എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം 2006 മുതൽ 2020 വരെയുള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു വിദ്യാർത്ഥി സംഗമം. അപ്പോൾ സ്മൃതി മധുരം എന്ന പേര് നൽകിയിട്ടാണ് ഈ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ എൻ്റെ മൂത്ത മോനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്കും കൂടി ഇറങ്ങിയതാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഗ്യാങ്ങൊക്കെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് ഞങ്ങൾ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഞങ്ങൾ ഹഗ്ഗിങ്ങിലൂടെയൊക്കെ ഞങ്ങൾ ഒതുക്കുകയാണ്. കാരണം ആരെ ഹഗ് ചെയ്യണം, ആരെ ആദ്യം മെയിൻറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം എല്ലാവരും കുറേ നാളത്തേക്ക് ശേഷം ഞങ്ങൾ കാണുകയാണ്. ഫോണിൽ കൂടെയുള്ള ഈ ഒരു വാട്സപ്പ് മെസ്സേജും കോൺടാക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഫീലിങ്ങും സന്തോഷമൊക്കെ അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഞങ്ങളവിടെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് അവർ നല്ല മധുരമുള്ള ദാഹജലം നൽകിക്കൊണ്ട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു സ്നേഹം ഹഗ്ഗിങ്ങിലൂടെ നമുക്കത് പകർന്നു തന്നപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അവിടെ ഹാളിൽ ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ടീച്ചേഴ്സിനെ കാണുമ്പോഴും നമ്മുടെ ആ ഒരു പഠനകാലത്തുണ്ടായിരുന്ന ഓരോ അനുഭവങ്ങൾ പെട്ടെന്ന് മൈൻഡിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ റുക്ക് ടീച്ചറൊക്കെ നമ്മളോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പണ്ട് ക്ലാസ് മുറികളിൽ ഇരുന്നിരുന്ന ആ ഒരു ടൈമൊക്കെ കുറച്ച് നേരം ഓർമ്മ വന്നു. അങ്ങനെ ജിൽഷാദ് വല്ലപ്പോഴുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ബാച്ചിലാണോ അതിന് ശേഷം ഉണ്ടായിരുന്ന ബാച്ചിലാണോ ആൾ പഠിച്ചിരുന്നതെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം സ്നേഹവും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പിന്നെ ടാറ്റ ബൈ ബൈ പറയാൻ തുടങ്ങി. കുറേ പേർക്ക് ഒത്തിരി മാറ്റങ്ങളില്ലെങ്കിലും കുറേ പേർക്ക് കുറേയേറെ മാറ്റങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വയസ്സായി. പണ്ട് വരാന്തയിൽ നിന്ന് ഒത്തിരി സംസാരിച്ച പോലെ ഇപ്പോഴും ഒരുപാട് സംസാരിക്കാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ആക്കി പോകുന്നത് കൊണ്ട് തന്നെ പലരും പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടീച്ചേഴ്സാണ്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.